ഫ്ലവേഴ്സിലും നമുക്കിപ്പം വത്സല ക്ലബ് എന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി കാർത്തിക്, ഗൗരി ആൻഡ് രൂപേഷ്. നമസ്കാരം. സുഖമായിരിക്കുന്നത്? ഒരു സിനിമ തുടങ്ങുന്നു, ആ സിനിമേൻ്റെ പൂജ തൊട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് പിന്നെ അതിനുശേഷം നമ്മൾ സിനിമയുടെ ഭാഗമായി അഭിനയിക്കുന്നു, അതിനുശേഷം സിനിമ തിയേറ്ററിലെത്തുന്നതിന് തൊട്ട് മുമ്പ് ഇത് എങ്ങനെയാണ് പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കുക, ഈ ഒരു യാത്രയില്ലേ, ഈ യാത്ര കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ പ്രൊമോഷനൊക്കെ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് തരുന്നൊരു ഹൈ എന്താണ്, ഇത് തരുന്നൊരു ഒരു ഭയങ്കര ടെൻഷനും തരുന്നുണ്ട് എൻ്റെ കൂടെ. ആർക്കും ഉത്തരം പറയാം കേട്ടോ, ഒരാളിലേക്ക് പോകുന്നില്ല. അല്ല, ടെൻഷൻ പിടിച്ച പരിപാടി തന്നെ. ആക്ച്വലി പറയണ പോലെ തന്നെ ഇപ്പോൾ വത്സല ക്ലബ്ബ് ഒരു സിനിമ ചെറിയ സിനിമയാണ്, ഭയങ്കര കോൺസെപ്റ്റ് ഡ്രിവൺ അല്ലെങ്കിൽ കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമയാണ്. അപ്പൊ അത് ഈ പറയുന്നത് പോലെ എന്താ പറയുക, ഞങ്ങളെ പോലത്തെ ഇതിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ ഉള്ള കുറച്ച് നല്ല ആക്ടേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരെ ഇങ്ങനത്തെ ഒരു സിനിമ വെച്ചിട്ട് അതിന്റെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, അവരുടെ ഒരു ധൈര്യമാണ് ഞങ്ങളുടെ ഒരു ധൈര്യം. എൻഡ് ഓഫ് ദ ഡേ ഒരു ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ ഹൈ എന്ന് പറയുമ്പോൾ ഷൂട്ട് നടക്കുമ്പോൾ ഒരു ഹൈ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ജനങ്ങളിൽ എത്തിക്കണം. ശുഭപ്രതീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന വിജയിക്കുന്നു, അത് ടെൻഷനുണ്ട്. സാധാരണ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ആള് കയറും, അഭിപ്രായം എങ്ങനെ ആവും, പല രീതിയിലുള്ള ടെൻഷൻസാണ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ആള് കയറണം, അല്ലെങ്കിൽ കാരണം പുതിയ മുഖങ്ങളാണല്ലോ അധികം ഇതില്ലാത്ത, അപ്പൊ അവിടം തൊട്ട് നമുക്ക് ടെൻഷനാണ്. ആള് നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് ഫസ്റ്റ് കയറണം, സെക്കൻഡ് അത് നല്ല അഭിപ്രായമാണെന്ന് ആളുകളിലേക്ക് എത്തി, അങ്ങനെ പല. ഇപ്പൊ നമുക്ക് ഇതൊരു സ്റ്റാർ പടമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പകുതി ടെൻഷൻ ഇല്ല. ഒരു ഫസ്റ്റ് ഡേ നമുക്കത് കിട്ടും. അപ്പൊ പിന്നീട് അതിന്റെ കണ്ടന്റിന്റെ ഇത് വെച്ചിട്ട് അത് കയറിപ്പോകും, അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. പക്ഷെ ഇത് സീറോയിൽ നിന്ന് തുടങ്ങണം, നമ്മൾ ഫ്രം ബിഗിനിങ് ആ ഒരു ആളെ കയറി അത് ഗ്രാജുവേറ്റ് അത് ഇതായി വരണം. അപ്പൊ അതിന്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത്തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നത് ഇതൊരു നിങ്ങളുടെ പടം അല്ലെങ്കിൽ നമ്മുടെ പടം എന്നുള്ളൊരു ഫീലിൽ തന്നെയാണ് എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന് പ്രൊമോഷൻ വരുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ സിനിമയെ കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? നമ്മളെ പടം തന്നെയാണ്. ഐ മീൻ നമ്മളിപ്പോൾ ചില സിനിമകളുടെ ഭാഗമാകുന്നു, ഇപ്പം അങ്ങനെ അഭിനേതാക്കൾ ഉറപ്പായിട്ടുണ്ട്, സിനിമയുടെ ഭാഗമാകുന്നു, അവരതിന് ശേഷം മറ്റു സിനിമകളിലേക്ക് പോകുന്നു. പക്ഷേ ഇത് നമ്മുടെ പടമാണ്, ഇതൊരു ഡയറക്ടറുടെ പടമല്ല, ഡയറക്ടറുടെ പടം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറുടെ പടം മാത്രമല്ല, ഇത് നമ്മുടെ പടം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണല്ലോ ആ സിനിമയെ കൂടുതൽ നിങ്ങളിലേക്ക് കൂടെ കണക്ട് ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര കളക്റ്റീവായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പൊ ആരും ഇങ്ങനെ ഇത് ഇയാളുടെ പൊസിഷൻ ഇതാണ്, അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യുക അങ്ങനെയല്ല. ഭയങ്കര ഫ്രീഡം ഓഫ് ഒരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വന്നാലും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻസ് എന്തായി ഇതൊക്കെ അറിയാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റിയും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു, ഭയങ്കര വർക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പേസ്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്താണ് തുറന്ന് സംസാരിക്കാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില മൂമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ബിൽഡ് ചെയ്ത ഒരു ടീമായിരുന്നു, നല്ല അടിപൊളി ടീമായിരുന്നു. അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു വത്സല ക്ലബ്ബ്, ആ ക്ലബ്ബിന് ചുറ്റുമുള്ള ആൾക്കാർ, നിങ്ങൾ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ, കല്യാണം മുടക്കുന്ന ആൾക്കാരുടെ ഒരു സ്ഥലമായിട്ട് അറിയപ്പെടുന്നു. ആ ക്ലബിൻ്റെ പേര് വത്സല ക്ലബ്ബ് എന്നൊരു പെൺകുട്ടിയുടെ പേരാണ്. ഇവിടെ കല്യാണം മുടക്കുന്ന കലാപരിപാടികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണിത് പറഞ്ഞു വെക്കുന്നത്? അതെ, ഇതൊരു സാങ്കല്പിക ഗ്രാമമാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കുറച്ച് ഫിക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം മുടക്കുക എന്നുള്ളതാണ് അവിടുത്തെ വിനോദം. കല്യാണം മുടക്കുക, അതൊക്കെ ഒരു വിനോദം. അതെ, അത് അങ്ങനെ ഒരു വിനോദമാക്കിയിട്ട് ആ വിനോദത്തിന് ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കുന്ന ആൾക്ക് പ്രൈസ്, ഒരു മുടക്ക് ദണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കൊടുക്കും. അപ്പൊ അങ്ങനെ അത് പാരമ്പര്യമായിട്ട് അത് കുറെ നാളുകളായിട്ട് ചെയ്തു വരുന്ന ഒരു കൂട്ടം ആൾക്കാർ. പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട വത്സല ക്ലബിന്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ അതിനെ എതിർക്കുകയും അവരൊരു കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ടീമാണ്. വിപ്ലവകാരികളാണ്. അതെ, അപ്പൊ ഈ രണ്ട് ടീമിന്റെ ഇതൊരു വിനോദമാണ്. അതെ, അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത്, ഒരു വിനോദമായിട്ട് കാണുകയും. അപ്പോൾ അതിൽ ആക്ച്വലി ഇതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ കറന്റ് ടൈമിൽ ആ ദണ്ട് സ്വന്തമാക്കിയിരിക്കുന്ന എന്റെ അച്ഛനാണ്, ആ ക്യാരക്ടർ എന്റെ അച്ഛനാണ്. അപ്പൊ ഞങ്ങൾ കുറെ പേര് അതിനെ എതിർക്കാനും നിൽക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കല്യാണം നടത്തി കാണിക്കുമെന്നുള്ള ഒരു ഇതില് വത്സല ക്ലബ്ബും ഇല്ല എന്നുള്ള രീതിയിൽ മറ്റേ ടീമും പോകുന്ന ഒരു ക്ലാഷ് ആണ് ഇതിന്റെ ഒരു ഇതിവൃത്തം. ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ഭയങ്കര ഡിഫറെന്റ്. അത് ചൊവ്വ വേണു, ഇത് ചക്രിക, ഞാൻ മൂക്കുത്തി ഷബീർ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൻപുറത്താകുമ്പോൾ, ഞാൻ വയനാട് നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിൽ ഈ ഇരട്ട പേരുകളിൽ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരുടെ റിയൽ പേര് ചോദിച്ചാൽ അറിയത്തില്ല ചിലപ്പോൾ. അപ്പം അത് ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, അധികം കാണുന്നവരായിരിക്കാം, അവരുടെ നമ്പർ സേവ് ചെയ്തേക്കുന്ന ഇരട്ട പേരിലാണ്, അവരെ വിളിക്കുന്ന ഇരട്ട പേരിലാണ്. ചിലർ അപ്പൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്, അവരുടെ പേര് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്കാ നാട്ടിൻപുറത്തെ കഥകൾ അത് തന്നെയാണ് വത്സല ക്ലബ്ബ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ആ നാട്ടിൻപുറത്തെ കാര്യങ്ങൾ, പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് ഈ ഒരു ഫിക്ഷൻ എലമെന്റിന്റെ ഒരു ഇതുണ്ടെന്നേ ഉള്ളൂ. പക്ക അതിന്റെ രീതികളും അവിടുത്തെ അതിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളാവട്ടെ എല്ലാ കാര്യങ്ങളും ഒരു നാട്ടിൻപുറം, പക്കാ നാട്ടിൻപുറം. അതിന് പുറത്തേക്ക് പോയിട്ടില്ല പടം.
അതിന് വെളിയിലേക്ക് ഒരു സിറ്റി ലൈഫ് ഒന്നും കാണിച്ചിട്ടുണ്ട്. അല്ല, ഈ കല്യാണം മുടക്കുക എന്ന് പറഞ്ഞ കാര്യം അത് വളരെ മോശമായ കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കല്യാണം ഒന്നിക്കുക എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പ്രണയത്തിൽ ഒന്നിക്കുക, കല്യാണത്തിൽ ഒന്നിക്കുക എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ജീവിതാനുഭവങ്ങൾ എത്രത്തോളം ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ട്? അങ്ങനെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മുടക്കുകയോ മുടക്കപ്പെടുകയോ ചെയ്ത? നിങ്ങൾ നല്ല പ്രായമുള്ളത് പറഞ്ഞോ. എനിക്ക് അതിലൊന്ന് അതവിടെ നല്ല പ്രായമുള്ള രണ്ടുപേരോട് ചോദിച്ചോ. ഈ പ്രായം അനുഭവം തമ്മിൽ ബന്ധമില്ലാന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു അനിയത്തെ പോലെ, അമ്മയുടെ അനിയത്തെ പോലെ കാണുന്ന കുട്ടിയാണ്. അതെ, ഞാൻ എന്റെ സഹോദരനെ പോലെ, മൂത്ത ചേട്ടനെ പോലെ കാണുന്നില്ലേ? പറയൂ. എന്റെ അമ്മയുടെ അനിയത്തെ പോലെ കാണുന്ന ആളാണ്. അമ്മ അല്ല, ജീവിതാംശം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയൊന്നുമില്ല. ഇത് എന്താ പറയാ, ഇപ്പൊ എന്റെ ജീവിതത്തിൽ അല്ല അങ്ങനെ നമുക്ക് അങ്ങനെ റിലേറ്റബിൾ സംഭവങ്ങളല്ല ഇതിപ്പം. ഇപ്പൊ കല്യാണം മുടക്കുന്ന ഒരു വിനോദം എന്ന് പറയുമ്പോൾ അതിനകത്ത് എവിടെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ റിലേറ്റബിൾ ആയിട്ടുള്ളതല്ല. പിന്നെ ചില ഹ്യൂമേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഇതിലെ ഇൻസിഡന്റുകളെല്ലാം ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി അതെ കിറുക്ക് പരിപാടിയാണ്. ഓൾറെഡി കുറച്ചൊരു പിരി പോയവരാണ്. എന്നോടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട സിനിമയോ കാണുന്ന സിനിമയൊന്നുമല്ല. ഇത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സംവിധാനം വളരെ ക്ലിയർ ആയിട്ട് ആയെന്ന് തന്നെ ഞങ്ങളുടെ ഇത് പറഞ്ഞിങ്ങനെയാണ്. ഒരു 2 മണിക്കൂർ ഒരു ഫൺ എന്റർടൈനർ അത്രയോളം. നമുക്ക് ഇപ്പോൾ ഈ കാലത്തൊക്കെ ഭയങ്കര അല്ലെങ്കിൽ ജീവിതത്തിൽ ഇഷ്ടംപോലെ ടെൻഷനുള്ള ആൾക്കാർ നമ്മളെല്ലാവരും. നമ്മൾ ഈ പറയുന്ന പോലെ തിയേറ്ററിൽ പോയിട്ട് 2 മണിക്കൂർ എല്ലാം മറന്നിട്ടൊന്ന് കണ്ട് ചിരിച്ച് തിരിച്ച് വീട്ടിൽ പോരാം, ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ ചെയ്ത സിനിമ. അതിന്റെ ഇതിലെ ഇൻസിഡന്റുകൾക്ക് ആ ഒരു കിറുക്കുണ്ട് എന്ന് പറയാൻ കാര്യം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു കല്യാണം മുടക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ അവാർഡ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അവിടെ, ആ ദണ്ട് കൊടുക്കുന്നത്. ആ ഫംഗ്ഷന്റെ തൊട്ടിപ്പുറത്തായിട്ട്, അതായത് പബ്ലിക് ആയിട്ടുള്ള റോഡ് സൈഡിൽ നടക്കുന്ന ആ ഫംഗ്ഷന്റെ ആ റോഡ് സൈഡിൽ തന്നെ നാറ്റമില്ല വാറ്റ് എന്ന് പറഞ്ഞിട്ട് വാറ്റ് വിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക, അതിന്റെ മൊത്തത്തിൽ നാറ്റമില്ല വാറ്റെന്ന് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് വാറ്റ് വിൽക്കുകയാണ്. നമ്മൾ മോരുമെള്ളമൊക്കെ വിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ കരിമീൻ ജ്യൂസ് വിൽക്കുന്ന പോലെ. അല്ല, നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ, ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ, മോശപ്പെട്ട കുറെ എന്ന് തോന്നുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എടുത്തു വെച്ച് അവിടെ ഒരു ഗ്രാമം ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ. അങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാം ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. ആക്ച്വലി ഇതിന്റെ റൈറ്റർ ഉണ്ടല്ലോ, മൂപ്പർക്ക് ചെറിയ കിറക്ക് കിട്ടും. അപ്പൊ അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒരിക്കലും ചിന്തിക്കില്ല, അതൊക്കെ എപ്പോഴും തോന്നുന്ന കാര്യം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് ആസ് എ റൈറ്റർ. പക്ഷെ മൂപ്പരുടെ കോൺസെപ്റ്റ്സ് ഭയങ്കര ഡിഫറെന്റ് ആണ്, രസമാണ്. അപ്പൊ ആ ഒരു ചിന്തയിൽ ഇത് എനിക്ക് തോന്നിച്ചിട്ട് ഈ പടം തുടങ്ങിയിട്ട് 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ഒരു വേൾഡിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലും. ആസ് എൻ ഓഡിയൻസ് നമ്മളെല്ലാവരും ഇറങ്ങി ചെല്ലും. അവിടെ നിന്ന് പിന്നെ നമ്മൾ ആ ഒരു ആസ്വാദനത്തിൽ പോവുകയാണെന്നെങ്കിൽ ഫണ്ണായിട്ട് തന്നെ പോകുന്നു. ഈ ക്ലീഷകൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം ആയിരിക്കാം ഒരുപക്ഷെ. കാരണം ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊതു സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയുന്നിടത്ത് പെട്ടെന്ന് തിരിച്ച് വേറൊരു സംഭവം കൊടുക്കുന്നു, ആ ഒരു സംഭവമാണ്. ഇപ്പം ഗൗരിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ഫ്ലവേഴ്സ് കുടുംബത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഇപ്പം ഇവിടുന്ന് പോകുന്നു ഒരു സിനിമ, ഈ ഉപ്പുമുളകും സംസാരിക്കുന്നതും ഉപ്പുമുളകും പറഞ്ഞു വെക്കുന്നതും വളരെ ഭയങ്കര നാച്ചുറലായ ഒരു സെറ്റിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വത്സല ക്ലബ്ബിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, നിങ്ങൾ സംസാരിച്ചതെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ ഒന്ന് ഓവർ ദ ടോപ്പുള്ള, കുറച്ചുകൂടെ ഒന്നും കൂടെ ഉയർത്തി പറയേണ്ട, ഉയർത്തി ചെയ്യേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സിനിമയാണെന്ന് കൂടെ തോന്നുന്നു. അപ്പം ഈ രണ്ട് തമ്മിൽ വരുമ്പം ഈ വത്സല ക്ലബ്ബിലേക്ക് എത്തുമ്പോൾ അഭിനയ അനുഭവം എങ്ങനെയായിരുന്നു ശരിക്കും? പെർഫോമൻസ് ഓറിയന്റഡ് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അത് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന സാധനം ഇതിൽ ഞാൻ കുറച്ച്, ഈ ഉപ്പുമുളകിൽ ഞാൻ കുറച്ച് ഹൈ ആണ് ആക്ച്വലി, കുറച്ചധികം ഹൈ ആണ്. അത്ര ഹൈ അല്ല ശരിക്കും പറഞ്ഞ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേറൊരു ലെവൽ ഓഫ്, അതിന്ന് വേറെ എക്സ്ട്രീം വേറെ ലെവൽ ഓഫ് ഹൈനെസ് ആണ്. ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഈ ഒരു ഇതിലെല്ലാം എക്സ്ട്രീം അല്ലേ, എല്ലാ ഇമോഷൻസിന്റെ എക്സ്ട്രീം ആണ്. ഇതിൽ എന്ന് പറഞ്ഞാൽ അത്രയും ഇമോഷൻസിന്റെ കൾമിനേഷൻസ് ഒന്നും ഇല്ല. ഇതിൽ വേറെ കുറെ ഇമോഷൻസ് ആണ്, പക്ഷെ അതും വേറെ കൈൻഡ് ഓഫ് എക്സ്ട്രീമിസം ആണ്. അപ്പൊ വലിയ എന്നുവെച്ചാൽ 2 ക്യാരക്ടർ 2 ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഡിഫറൻസ് പറഞ്ഞ് ചെയ്യാൻ അറിയില്ല. ആ ക്യാരക്ടർ എന്താണോ നീഡഡ്, ഡയറക്ടർ എന്താണോ പറഞ്ഞത്, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എന്താണ് കിട്ടിയത് അത് ഞാൻ ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ അത് ഭയങ്കര ഒരു അങ്ങനെ വലിയ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ വത്സല ക്ലബ്ബിൽ ഒരു താഴെ ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ അതൊരു ക്രിഞ്ച് കല്യാണം എന്ന് പറയുന്നുണ്ട്. ഈ നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോഴേ, ജീവിതത്തിൽ കല്യാണവും പ്രണയവും ക്രിഞ്ചാണ് അല്ലെങ്കിൽ ക്രിഞ്ച് ആവരുത്, അതൊക്കെ ക്രിഞ്ചാണല്ലോ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ നമ്മുടെ ചുറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും ജീവിതത്തിൽ പ്രണയവും കല്യാണവും ഒക്കെ ഭയങ്കര ക്രിഞ്ചാണോ? അതിപ്പം കാഴ്ചപ്പാടുകളല്ലേ, ആൾക്കാർ കാണുമ്പോൾ അവർക്ക് ക്രിഞ്ചായിട്ട് തോന്നുന്നത് നമുക്ക് ചിലപ്പോൾ ക്രിഞ്ചായിരിക്കില്ല, നമുക്ക് ക്രിഞ്ചാവുന്ന അവർക്ക് ക്രിഞ്ചായിട്ടില്ല. അതുകൊണ്ട് എക്സ്ട്രീംലി പേഴ്സൺ ടു പേഴ്സൺ ആണെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ഡിപ്പെൻസ്. ഇപ്പൊ എനിക്ക് ചില ഒരു സംഭവം കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകളാവട്ടെ, അല്ലെങ്കിൽ അതിൽ ചില ഇൻക്ലൂഡ് ചെയ്യുന്ന സീനുകളാവട്ടെ, ഇതാണെങ്കിലും
ചിലത് നമ്മൾ ഭയങ്കര ഇന്റൻസ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു പ്രണയം തുളുമ്പുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ചിലപ്പോൾ ചെയ്യുമ്പോൾ ചിലർക്കത് കാരണം പ്രണയം അത്രയും വർക്കൗട്ട് ആവാത്ത അല്ലെങ്കിൽ ആ ജോണറിനോട് അത്ര താല്പര്യം ഇല്ലാത്ത ഒരാൾക്ക് അത് ക്രിഞ്ചായിട്ട് തോന്നാം. അത് തെറ്റ് പറയാൻ പറ്റില്ല. അതേസമയം അതേപോലെ തന്നെ മറ്റ് ജോണേഴ്സ് ആയാലും മറ്റ് ഇൻസിഡന്റുകളായാലും എല്ലാ കാര്യങ്ങളും അത് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്രേ ഉള്ളൂ. ക്രിഞ്ച് എന്ന് പറയുന്നത് റീസെന്റ് വന്നൊരു വേർഡാണ്. ചിലപ്പോൾ അത് ഇഷ്ടപ്പെടായിക അല്ലെങ്കിൽ ഇറിറ്റേഷൻ അങ്ങനെയൊക്കെ നമുക്ക് വേറെ പണ്ടത്തെ ലാംഗ്വേജിൽ പറയാം ചില കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. സബ്ജക്റ്റീവ് ആണ്. ഈ സിനിമയില് സംവിധായകൻ ഭയങ്കര ബുദ്ധിപൂർവ്വം ആണ് ഈ ക്രിഞ്ച് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞ നാട്ടിൽ ഒന്നും പറയില്ല, ഒരു ഉദ്ദേശത്തോടെ അടിക്ക് നോക്കിയത്. പക്ഷെ പേഴ്സണലി അങ്ങനെ ഒരു ക്രിഞ്ച് കല്യാണത്തിൻ്റെതായ ക്രിഞ്ച് എലമെന്റ്സ് ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ എനിക്കും അങ്ങനെ ഭയങ്കര സോ കോൾഡ് ഈ എല്ലാവരും പറയുന്ന പോലത്തെ അങ്ങനത്തെ ക്ലീഷ് അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ സാധാരണ കൂടെ കല്യാണത്തിൽ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ നോർമലി എല്ലാം ഉണ്ടാവില്ല. അത് ആണ് എൻ്റെ ഒരു മൊത്തത്തിൽ കാണുമ്പോൾ ഉണ്ട്. പക്ഷെ നമ്മളത് വെച്ച് മേക്ക് ചെയ്ത രീതിയും നമ്മളത് വോക്കൽ ഔട്ട് ചെയ്യാൻ നോക്കുന്നു, വോയിസ് ഔട്ട് ചെയ്യാൻ നോക്കുന്നു, എക്സ്ട്രീംലി ഡിഫറെന്റ്. അപ്പൊ ആ ഒരു സാധനം കൂടി ഉണ്ട്. ഈ മലയാള സിനിമ എല്ലാ കാലത്തും ഇന്ത്യയിൽ അറിയപ്പെടുന്നതും അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ എടുത്തു വെക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു പോയിന്റ് നമ്മുടെ കണ്ടന്റാണ് കിങ്. മലയാള സിനിമ എല്ലാ കാലത്തും അങ്ങനെയാണ്. അത് വിപ്ലവാത്മകമായ കണ്ടന്റ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ മാറ്റം അനിവാര്യ കാലത്തിന് മുൻപേ പത്മരാജൻ സിനിമകളൊക്കെ മുഴുവൻ കാലത്തിനും എത്രയോ മുമ്പേ ഉള്ള സിനിമകളാണ്. ഇപ്പം സ്ഫടികത്തിൻ്റെ കാര്യമുണ്ട്. സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ അതൊരു ശരിക്കും ഒരു മാസ് പടം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്രയും എഡ്യൂക്കേഷൻ വാല്യൂ ഉള്ള ഒരു പടം അങ്ങനെയില്ല. മോഹൻലാലിന് സംസ്ഥാന അവാർഡ് കിട്ടിയത് എനിക്ക് തോന്നുന്നു അത് വേറൊരു അതിൻ്റെ കണ്ടന്റോടെ തന്നെ ഒരു കാരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ. അപ്പം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇരിക്കുന്ന ഈ പ്രസന്റ് സമയത്തും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയും ആ സിനിമ സക്സസ്ഫുൾ ആവുന്നതും കോടികളിലേക്ക് കയറുന്നതും 200 കോടിയൊക്കെ എത്തുന്നതും അതിൻ്റെ കണ്ടന്റിൻ്റെയും കൂടെ ഒരു വലിപ്പം കൊണ്ടാണ്. അപ്പം നിങ്ങളും ഈ വത്സര ക്ലബ്ബ് എത്തുമ്പോൾ ഒരു വ്യത്യസ്തമായ വിഷയം സംസാരിക്കുമ്പം അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്കും തോന്നുന്നുണ്ടോ കണ്ടന്റാണ് സിനിമകളിൽ കിങ് ആയി നിലനിൽക്കേണ്ടതെന്നും അല്ലെങ്കിൽ അത് തന്നെയാണ് കിങ് എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾക്കുള്ളിലുള്ള? ഈ കണ്ടന്റ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമുണ്ട്. നമ്മൾ ഓഡിയൻസ്, ഇവിടുത്തെ ഓഡിയൻസ് അത്രയും സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള അത്തരത്തിലുള്ള കണ്ടന്റുകൾ പരീക്ഷിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വേറൊരു ലാംഗ്വേജിൽ നമ്മൾ അയ്യോ ഇവിടെ ഈ മാസ് പടങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുന്നുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഓഡിയൻസ് അവർക്ക് വേണ്ട എന്താണോ അതാണ് അവർ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് അത്രയും പരീക്ഷണ ചിത്രങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഇപ്പൊ ഈ തോട്ടിലുള്ള ഒരു വ്യത്യസ്തത മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായി അല്ലെങ്കിൽ പാത്ത് ബ്രേക്കിംഗ് മൂവി അങ്ങനെയൊന്നും അവകാശപ്പെടാനില്ലാത്തതെന്നാണ് ഇപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ഒരു കൊച്ചു പടം. പക്ഷെ ഇതിൽ പറഞ്ഞു വെക്കുന്ന ചില വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകൾ നമുക്ക് ഇവിടെ പരീക്ഷിക്കാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാത്രം നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്തരം വ്യത്യസ്തതകളൊക്കെ. അതിന്റെ ഫ്രീഡം ഇവിടുത്തെ ഓഡിയൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യസ്തത ഉണ്ടാവും ഇതിന്. അതാണ് കോണ്ടന്റ് എപ്പോഴും ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മളിപ്പോ എന്താ പറയാ, എനിക്ക് മലയാളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ പണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു 2000 2012 ഇടയിൽ വരെ കോണ്ടന്റ് കിങ് അല്ലാത്തൊരു ഭയങ്കര ഡൗൺഫോൾ ആയ മോശമായ ഒരു സമയം മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം അവർ ആ സമയത്ത് എല്ലാവരും വിജയിച്ച സിനിമകളുടെ പിന്നാലെ പോവുക, അപ്പൊ സെയിം സാധനം പിന്നെയും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത് ഫോർമുല പോലെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അത് ഔട്ട്റൈറ്റ് റിജക്ട്. അത് എനിക്ക് മലയാളത്തിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു തെലുങ്ക് സിനിമയായിട്ട് തമിഴ് സിനിമയായിട്ട് ഹിന്ദി ആയിക്കോട്ടെ, ഹിന്ദിയിൽ ഇപ്പോൾ റൈറ്റ് അങ്ങനത്തെ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുക. കാരണം അവർ എന്താ പറയുക ഫോർമുല അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവരത് തന്നെ വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ അതിൽ നിന്ന് ആരും ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ കോണ്ടന്റ് മാത്രമല്ല, ഒരു പടത്തിന്റെ വിജയം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് നമ്മൾ ഓഡിയൻസിന് വേണ്ടി കേറ്റർ ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് എന്റർടൈനിങ് ആയിരിക്കണം. അപ്പം അവർക്കത് ആസ്വദിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും വിജയിക്കാനൊന്നും പാടില്ല. കോണ്ടന്റ് സുപ്രീമാണ്, കോണ്ടന്റ് സുപ്രീം എന്നൊരു കാര്യമൊന്നുമില്ല. പക്ഷെ അത് പക്ഷെ അത് പൂർണ്ണമായിട്ടും ഒരു ഫിലിം മേക്കറിന്റെ കയ്യിലാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് പണ്ടത്തെ സിനിമ ഇപ്പൊ സ്ഫടികം പോലുള്ള സിനിമകളാണെങ്കിലും പണ്ടത്തെ സിനിമകൾ നമുക്ക് പുറത്തിറങ്ങി കണ്ടിട്ട് വരുമ്പോൾ ഒരു ബിഗിനിങ് ടു എൻഡ് സ്റ്റോറി നമുക്ക് പറയാനുണ്ടാവും. ഒരു ലൈൻ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് പോകുക, ഇങ്ങനെ കറക്റ്റ് ഒരു കഥ നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ചില സിനിമകൾ, അതായത് വലിയ വിജയം കൈവരിച്ച സിനിമകൾ ഇങ്ങനെയാണ് പിന്നീട് നടക്കുന്ന ഇൻസിഡന്റുകളാണ്. ഞാൻ എൻ്റെ ഇടയിൽ കയറി പറയുന്നത് എനിക്ക് പേഴ്സണലി ഇപ്പം മലയാളത്തിൽ ഇറങ്ങിയ ഹിറ്റ് സിനിമ പേര് പറയുന്നില്ല, ആ സിനിമയുടെ തുടക്കം മുതൽ എൻ്റെ വരെ ഞാനൊരു കഥ കണ്ടിട്ടില്ല. പക്ഷെ ഇറ്റ്സ് എ സെലിബ്രേഷൻ. അവർ കൊടുക്കുന്നതും അവരുടെ സിനിമോട്ടോഗ്രാഫിയും ആ സിനിമ കട്ട് ചെയ്യുന്ന മേക്കിംഗ് ഒക്കെ സെലിബ്രേഷൻ ആണ്.
അപ്പൊ അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ? നിർബന്ധം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ കാലം മാറിയതിന്റെ ആ ഒരു മാറ്റം ഞാൻ പറയായിരുന്നു. അതെ, വളരെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു. അപ്പം ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടന്റ് കറക്റ്റ് ബിഗിനിങ് ടു എൻഡ് ഒരു ലൈൻ പിടിച്ചു കഥ പറയണം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ ഏത് സിനിമയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ എടുക്കാം. ആ സിനിമ എടുക്കുമ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ പുറത്ത് വന്നിട്ട് നമുക്കതൊരു എലമെന്റേ പറയാൻ പറ്റും. അതുപോലെ അതിനകത്ത് അവിടെ ഒരു ഇൻസിഡന്റ് നടക്കുന്നു. ആ ഇൻസിഡന്റ് കഴിഞ്ഞത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു ഇതാണ്. അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കഥ പറയുന്നതിലും പാടാണിത്. നമുക്കൊരു ബിഗിനിങ് ടു എൻഡ് ഒരു കഥ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു വെക്കുന്നതിലും പാടാണ്. ഓരോ സീനുകളും നമ്മളെ, ഫോർ എക്സാമ്പിൾ മെയ്യഴകൻ എന്ന് പറയുന്ന സിനിമ ബിഗിനിങ് ടു എൻഡ് പറയാനാണെങ്കിൽ ഇത്രേ ഉള്ളൂ. അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന പുള്ളിയുടെ പേരറിയത്തില്ല എന്ന് പറഞ്ഞ ഒരു ഒറ്റ മിനിറ്റിൽ വേണമെങ്കിൽ അതിന്റെ ഒരു പ്ലോട്ട് പറഞ്ഞു വിടാം. പക്ഷെ സീൻ വൈസ് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഫിലിം മേക്കിംഗ് ആണ് കുറച്ചുകൂടി സ്വീകാര്യമായിട്ട് വന്നേക്കുന്നത്, ഒരു കഥ എന്നുള്ളതിനേക്കാൾ ഉപരി. അപ്പൊ ഡെഫിനറ്റ്ലി ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതൊരു മേക്കറുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സംഭവം നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്ന് പറയുന്നു, ഇതൊരു സിനിമ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് ഇതൊരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന പാട്. അന്നേരം അവർ ചോദിക്കുന്ന ചോദ്യം വെച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എക്സൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഒരു ലൈനിൽ ഇത് പറയാൻ പറ്റുമെന്നായിരിക്കുന്നത്. ഞാൻ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഒരു 2 സിനിമകൾ ചെയ്ത സംവിധായകന്റെ മുമ്പിലാണ്. അപ്പം എനിക്ക് പേഴ്സണലി രൂപേഷ് പീതാംബരൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം ഒരു ഡയറക്ടറാണ്. ഒരു പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ ഒരു പുതിയൊരു സിനിമ എന്നാണ് വരുന്നതെന്നുള്ള ചോദ്യം കൂടെ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത്തരത്തിലുള്ള യാത്ര, ഇപ്പോൾ പറഞ്ഞ പോലത്തെ അനുഭവങ്ങളും ഇത്തരത്തിലുള്ള യാത്രയിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു യാത്ര ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഡയറക്ടറിന്? ശരിക്കും പറഞ്ഞാൽ ഞാൻ 2012 തീവ്രം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പൊ വരെ ഞാൻ സംവിധാനം ചെയ്യാനുള്ള സ്ട്രഗിളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് എന്താ കാര്യം എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലത്തെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പ്രൊഡ്യൂസേഴ്സ് കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവുള്ളൂ. കാരണം അവർ നോക്കുമ്പോൾ ഇപ്പോൾ റൈറ്റ് നോ പ്രീ ബിസിനസ് എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല. പണ്ടൊക്കെ നമ്മൾ പടം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സാറ്റലൈറ്റ് OTT എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റ്സ് കണ്ടു പോകും. ഇപ്പോൾ ഒരു പ്രീ ബിസിനസ്സും ഇല്ല. പടം ഓടി കഴിഞ്ഞാൽ മാത്രമേ ഈ റൈറ്റ്സ് ഒക്കെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഭയങ്കര കൂടി. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് കഥയും തിരക്കഥയും തീർക്കുന്നതിനായിട്ട് ഉപരി ആരാണ് അഭിനയിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ്, ഇപ്പം നമുക്കൊരു ബേസിക് ഇനീഷ്യൽ കിട്ടുമോ കിട്ടില്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കും. ഇത് ഈ ഒരു കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇഷ്യൂ ഒരു സൈഡിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ആരും കുറ്റം പറഞ്ഞതല്ല, എല്ലാം പ്രോമിനൻ്റ് ആയിട്ടുള്ള A-ലിസ്റ്റ് സ്റ്റാർസ്, അത് നടിയായിക്കോട്ടെ നടനായിക്കോട്ടെ, ഇവരെല്ലാവരും ഈ പറയുന്ന ഒരു അടുത്തൊരു 3 കൊല്ലത്തേക്ക് 4 കൊല്ലത്തേക്ക് ഡേറ്റില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഞാനൊരു നായക നടൻ്റെ അടുത്ത് ഞാൻ പോയി പിച്ച് ചെയ്തു. അവർ യെസ് എന്ന് പറഞ്ഞു. 2-2.5 കൊല്ലം കഴിഞ്ഞ് ചെയ്യാമെന്ന് പറയുന്നു. ഇതിൻ്റെ ഇടയിൽ അതേ ചായയുള്ള വേറൊരു കഥ വന്നു കഴിഞ്ഞാൽ ഉടനെ അവർക്കൊരു ഇൻസെക്യൂരിറ്റി വരികയും അവർ പറഞ്ഞു നമ്മൾ വേറെ നിങ്ങൾ നോക്കിയാലോ, ഇതിപ്പോൾ എന്താ പറയുക ഇത്രയും ഇതേ ചായയുള്ള വേറെ സിനിമ വന്നില്ലേ. അപ്പോൾ ആരുടെ സമയം പോണ്? എൻ്റെ. അതെ. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് പുതിയ ആൾക്കാർ വെച്ച് പടം ചെയ്യണം. പക്ഷെ പുതിയ ആൾക്കാർ വെച്ച് പടം ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സും ഇല്ല. എനിക്ക് അവിടെയാണ് വത്സല ക്ലബിൻ്റെ പ്രൊഡ്യൂസർ ജിനിയോടുള്ള ഏറ്റവും കൂടുതൽ റെസ്പെക്ട്. കാരണം അദ്ദേഹത്തിന് നല്ല സിനിമ ചെയ്യണം. അപ്പം അദ്ദേഹം ഈ വത്സല ക്ലബിൻ്റെ കഥ കേട്ടു, തിരക്കഥ കേട്ടു, ആക്ടേഴ്സ് ഇത്ര ഞാൻ ഈ പറയുന്ന കാർത്തിക് ഗൗരി, അഖിൽ കവലിയൂർ, ഇങ്ങനത്തെ ആൾക്കാരുടെ പേര് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു ഈ റോൾസിനൊക്കെ ഇവർ പെർഫെക്റ്റാണ്. അപ്പം അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് ഈ സിനിമ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ പടം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിനീനെ പോലത്തെ വേറൊരു 10 പേരും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയ്ക്ക് ഞാൻ പറഞ്ഞത് എല്ലാതും വേണം. ഇവിടെ മാസ് മസാല പടങ്ങളും വേണം, വത്സല ക്ലബ്ബ് പോലത്തെ പടങ്ങളും വേണം, ഒരു ബാലൻസ്. അപ്പം അത് സംഭവിക്കുന്ന അന്ന് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ ഞാനിപ്പോൾ എന്നോട് ഇപ്പം എന്നാണ് സംവിധാനം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ ഇത് തന്നെയാണ്. കാരണം നിങ്ങൾ നോക്കി 2 സിനിമകൾ സംവിധാനം ചെയ്ത അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു സ്പേസ് ഉണ്ടെന്നുള്ള ഒരാൾ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം. എല്ലാവരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഞാൻ കുറച്ച് സത്യം വിളിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞല്ലേ പറ്റും. പക്ഷേ എനിക്കറിയുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് A-ലിസ്റ്റ് ഫിലിം മേക്കേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അങ്ങനെയാണ്. കാരണം ഇപ്പോൾ വിജയം മാത്രമല്ല, ഇത് പോയിന്റ് ഇപ്പോൾ ഒരു പടം വിജയിച്ചു കഴിഞ്ഞാൽ അതേ സംവിധായകൻ്റെ അടുത്ത പടം ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. അത് വിജയിച്ചല്ലേ പറ്റൂ. ആ ഒരു ബേർഡൻ എല്ലാവർക്കും ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നമൊന്നുമല്ല. എൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് 2 കൊല്ലം മാറ്റി വയ്ക്കുക. കാരണം ഞാൻ അങ്ങനെ മാറ്റി വെച്ചു. എനിക്ക് മെക്സിക്കൻ അപാരതയ്ക്ക് ശേഷം ഞാൻ ഈ പറയുന്ന പോലെ 2 പ്രൊജക്റ്റുകൾ ഓണാക്കുകയും പിന്നെ അവസാനം പല കാരണങ്ങളും കൊണ്ട് അത് നടക്കാണ്ട് പോയി 2. അപ്പോൾ എൻ്റെ വർഷങ്ങൾ ആസ് എ റൈറ്റ് ഡയറക്ടർ സൈഡ് പോയിക്കൊണ്ടിരിക്കുക.
ഇപ്പൊ അഭിനയിക്കുന്നത് ജീവിക്കാൻ വേണ്ടിട്ടോ കുറെ കാർത്തികിലേക്ക് ഒരിക്കലും കാർത്തികിൻ്റെ കുറേ സംവിധായകനായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ സംവിധാനം ഒരു പ്രിയപ്പെട്ടതായി കരുതുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മോഹങ്ങൾ ഈ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടോ, അതോ അഭിനയമാണ് ഏറ്റവും ബെസ്റ്റ്, അതിനുശേഷം നോക്കാമെന്നുള്ള അങ്ങനെ രീതിയിലാണ് നടക്കുന്നത്? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ എഴുത്തും സംവിധാനം എല്ലാം. എനിക്ക് ഭയങ്കര അസൂയുള്ള ആളാട്ടോ ഇദ്ദേഹം. കാരണം ഞാൻ എന്താ കാര്യം എന്ന് പറയുക, ഇപ്പൊ എനിക്ക് എന്താ പറയുക, നമ്മളിപ്പോ ഒരു സാധനം എഴുതി സിനിമയാക്കാമെന്ന് പറഞ്ഞ ഈ സ്ട്രഗിൾ എന്ന് പറഞ്ഞില്ലേ, കാർത്തി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു സാധനം ആലോചിക്കുന്നു, അത് എഴുതുന്നു, അടുത്തത് ഷൂട്ട് ചെയ്യുന്നു, അതേ സാധനം പുറത്തിടുന്നു. അല്ല ഞാൻ തമാശ പറഞ്ഞല്ലോ, കാർത്തി ചെയ്യുന്ന ഓരോ വെബ് സീരീസിന്റെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ അത് സീക്വൽ ടു മൂവി ക്വാളിറ്റി, മനസ്സിലായോ? അപ്പൊ എനിക്ക് ഇദ്ദേഹത്തിന്റെ കോണ്ടന്റിന്റെ ഒരു ഡ്രൈവ് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസ് എ ഫിലിം മേക്കർ ഞാൻ ഭയങ്കര പ്രതീക്ഷയുള്ള ആളാണ്. ഞാൻ കാർത്തി ഡയറക്ട് ചെയ്ത ഒരു വെബ് സീരീസിൽ ഒരു എപ്പിസോഡിൽ ഞാൻ പോയി അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിച്ചാൽ ഞാൻ ഭയങ്കര അസൂയായിട്ട് കാണുന്ന ആളെന്ന് പറയുമ്പോൾ കാർത്തിക. കാരണം അവനിങ്ങനെ എക്സിക്യൂഷനാ, അല്ലാണ്ട് ചിന്തിക്കൊന്നുമില്ല. ഇത് പറഞ്ഞു അല്ല, ഇപ്പൊ ഈ അഭിനയം എന്ന് പറയുന്നത് രണ്ടും നമുക്കുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു സംവിധാനത്തിന്റെ കാര്യത്തായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയൊരു ഗ്യാപ്പ് എടുത്തായിരുന്നു. ഈ ഗ്യാപ്പിൽ ഒരുപാട് അതെ തെലുങ്ക് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് എടുത്തു. അപ്പൊ അന്നേരം ഒരുപാട് ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്ന് അത് എനിക്കെല്ലാം മാറ്റി നിർത്തി അതിലേക്ക് നിന്നതാണ്. പക്ഷെ അതിൽ ടുവേർഡ്സ് എൻഡ് ആയപ്പോൾ ചെറിയ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് പിന്നെ പക്ഷെ അത് റിലീസായി. അപ്പോൾ ഇപ്പൊ എനിക്ക് ആക്ടിങ്ങിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ലൈനപ്പിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടായാലും ഒരു കുറച്ച് പ്രോജക്ട്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഒരെണ്ണത്തിന്റെ സ്വിച്ച് ഓൺ ഇപ്പം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പാരലി ഡിറക്ഷൻ ഡിസ്കഷൻസ് പോകുന്നുണ്ട്. എന്നാലും ഈ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ തീർത്തിട്ട് നമുക്ക് പതിയെ അത് സമയമുള്ള അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഗ്യാപ്പൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിൽ ചെയ്യാം. കാരണം ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. സോ നമുക്ക് നല്ല അവസരങ്ങൾ തേടി വരുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ്. ഞാൻ കാർത്തികിൻ്റെ ക്രിയേറ്റിവിറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴേ കാർത്തികിൻ്റെ ഈ അടുത്ത് ഏറ്റവും വൈറലായ ഒരു സംഭവമാണ് മാധവ് സുരേഷിന്റെ പാട്ട്. ഞാൻ അതിന്റെ അത് പറഞ്ഞപ്പോ ഒരു സങ്കടം പോലെ ഉണ്ടോ? ചിലപ്പോ മലയാള സിനിമയിൽ ഇനി മിന്നിക്കൃതം ഞാനാണെങ്കിലോ ചെറിയൊരു മാധവ് സുരേഷിന്റെ ലുക്കുണ്ട്. അല്ല അത് ഗുഡ് സ്പിരിറ്റ്സിൽ ചെയ്യും. അല്ല ഞാൻ അറിയുന്ന അത് എനിക്ക് ഭയങ്കര എല്ലാവരും ആഘോഷിച്ച സാധനമാണ് അത്. അതിനുശേഷം പുള്ളിക്കാരൻ പോലും അത് വെച്ചിട്ട് പാട്ട് പാടുകയൊക്കെ ചെയ്തു. അതിനുശേഷമുള്ള ഫോൺ വിളികളിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു, ഇവരൊക്കെ വിളിച്ചിരുന്നു. എനിക്ക് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തത്. നമ്മളും അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിച്ചത്. ആ ഒരു ഹിറ്റായ ഒരു ഡയലോഗ് എടുത്ത് ഒരു കാര്യം ചെയ്യുന്നു, ഒരു സോങ് ചെയ്യുന്നു, അത്രയും മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരാളെ ട്രോൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമോ അതൊന്നും അതിനകത്തില്ല. കാരണം അങ്ങനൊന്നും അതെന്റെ വിഭാഗമല്ലല്ലോ. ഒരാളെ ട്രോൾ ചെയ്യാന്നുള്ളത് എന്റെ ഏരിയ അല്ല. മ്യൂസിക് കമ്പോസിംഗ് എന്നുള്ളത് എന്റെ ഏരിയ ആണ്. ഞാൻ മ്യൂസിക് കമ്പോസറാണ്, സൗണ്ട് എഞ്ചിനീയർ ആണ്. ഞാൻ ആ രീതി ചെയ്തു വരുന്നതാണ്. സോ എനിക്ക് ഒരു എന്റർടൈൻമെന്റ് എലമെന്റ് തോന്നി. അതിപ്പോ നാളെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഡയലോഗ് ആയിരിക്കും. ഇപ്പൊ ഏട്ടാ ഈ കോഫി എന്നുള്ളത് ഭയങ്കര വൈറലായ ഡയലോഗാണ്. ചിലപ്പോൾ ആ ഡയലോഗ് വെച്ച് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോർജ് സാറിന്റെ ഡയലോഗ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഡയലോഗ് എടുത്ത് ചെയ്തേ ഉള്ളൂ. അല്ലാതെ അതിനകത്തുള്ള ഒരു ട്രോൾ എലമെന്റേ ഇല്ല. ഗൗരിയുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പം ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ രീതിയിലുള്ള ക്രിയേഷൻ പരിപാടികളൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ഇഷ്ടമുള്ള ആളാണോ? എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമാണ്. ഞാൻ ഇപ്പൊ നമ്മളെ എന്താ ഇപ്പൊ ഏതെങ്കിലും ഒരു സെർട്ടൻ സിനിമ കാണുമ്പോൾ നമുക്ക് ചില ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് തോന്നും. അപ്പോൾ സിനിമയിൽ ചെയ്യണം എന്ന് ഇപ്പൊ നിർബന്ധമില്ലല്ലോ. ലൈക്ക് നമുക്കൊരു സ്പേസ് പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ സ്പേസ് ആണ്. എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടിടാൻ പറ്റിയ ഒരു സ്പേസ് ആണ്. അപ്പം ചില ക്യാരക്ടേഴ്സ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ വെറുതെ നടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ചില ബുക്ക് വായിക്കുമ്പോഴായിരിക്കും കാണുന്നത്. അപ്പോൾ കാണുന്ന സമയത്തൊക്കെ ഇത് ഞാൻ ചെയ്താൽ എനിക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു ചെറിയ വൺ ലൈനൊക്കെ എഴുതി സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. അതിപ്പോ എന്റെ പേഴ്സണൽ ഞാൻ ഇങ്ങനെ ഇപ്പൊ കാർത്തിക് എന്ന പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് റീലിട്ട് അല്ലെങ്കിൽ കറക്റ്റ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഒരാളല്ല. ചില സാധനങ്ങൾ കാണുമ്പോൾ എനിക്കത് പെർഫോം ചെയ്യാൻ തോന്നും. അപ്പൊ അത് മാത്രം കണ്ടന്റ് ചെയ്ത് അത് മാത്രം ക്രിയേറ്റ് ചെയ്ത് ഇടുന്ന ഒരാളാണ്. അത് കൊതികൊണ്ട് ചെയ്യുന്ന ആളാണ്. കൊതികൊണ്ട് എനിക്ക് എന്റെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഓക്കെ എനിക്ക് പിൻ ചെയ്യാൻ പറ്റണം, ഇതല്ലെങ്കിൽ അത് എനിക്ക് പിൻ ചെയ്യാൻ പറ്റണം എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പിന്നെ ഇതിന്റെ വേറൊരു സൈഡ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഏർണിങ്സിന്റെ ഒരു ഭാഗം കൂടെയാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ കുറെ സംഭവങ്ങൾ ചെയ്യും. പക്ഷെ സ്റ്റിൽ ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അത് എനിക്കിങ്ങനെ പിൻ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യുന്നതാണത്. അങ്ങനെ നമ്മളെ ശരിക്കും ധ്യാൻ ശ്രീനിവാസൻ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഈ എല്ലാ സിനിമകൾ കഴിഞ്ഞ് വരുമ്പോഴും അതിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂകളിലൊക്കെ ധ്യാൻ ഇല്ലാത്ത വേദിയിലും ഒരു ധ്യാനാനുഭവങ്ങൾ പറയാറുണ്ട്. അതൊരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഒരുപാട് ധ്യാനാനുഭവങ്ങൾ എല്ലാവർക്കും പറയാറുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ധ്യാൻ്റെ അച്ഛനായിട്ടാണ് കൂടുതൽ അനുഭവം. തീവ്രത്തിൽ അദ്ദേഹം യൂട്യൂബ് റൂട്ടസിലും രണ്ടിലും ശ്രീനായിട്ടുണ്ടായിരുന്നു.
അപ്പൊ എനിക്ക് ഞാൻ ഫാമിലിയുടെ ഭയങ്കര ക്ലോസ്. അതായത് ശ്രീനേട്ടൻ വഴി, പിന്നെ ഞാൻ സംവിധാനം ചെയ്ത 2 സിനിമയിലും വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നാളെ ധ്യാനോട് ഞാൻ പറഞ്ഞു, ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നീ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവരുടെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ ആ കോറം ഞാൻ അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട്, എനിക്ക് ധ്യാൻ തിര ചെയ്യുന്നതിന് മുമ്പേ തന്നെ എനിക്ക് പരിചയമുള്ള ആളാണ്. അന്ന് ഞാൻ 2012 തീവ്രം ചെയ്യുന്നത്, അതിനുശേഷമുള്ള തിര സംഭവിക്കുന്നത്. എനിക്ക് ധ്യാൻ അതിന് മുമ്പേ എനിക്കറിയാം. അപ്പോൾ അന്നോട്ട് ഭയങ്കര ബ്രദർലി അഫെക്ഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളത്. പിന്നെ സെറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ മൂപ്പര് ഈ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. ക്യാമിയോ ആണെങ്കിൽ പോലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളാണ്. കഥ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നടൻ ഇതിൽ അഭിനയിച്ചേ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വാഭാവികം പറഞ്ഞു. ഞങ്ങൾക്ക് അധികം എന്താ പറയുക സമയം ഉണ്ടായിരുന്നില്ല. കാരണം എത്ര ദിവസം ഉണ്ടായിരുന്നു? 2 ദിവസം ഉണ്ടായിരുന്നു. പുള്ളി 2 ദിവസം ഓൾമോസ്റ്റ് 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ആ 2 ദിവസത്തിനുള്ളിൽ ഷൂട്ടും സൈഡിൽ കൂടെ പോകണം. എൻ്റെ ഒരു തമാശയൊക്കെ പറയില്ല, പറഞ്ഞില്ല, ഹാപ്പി ആയിരുന്നു. അപ്പൊ ഞാൻ അതാണ് എൻ്റെ ഒരു നീ പറഞ്ഞു നിങ്ങളുടെ അനുഭവം നീ പറഞ്ഞു ഞാൻ ചോദിക്കുന്നുള്ളൂ. നമ്മള് ഇപ്പൊ മത്സരം അതൊരു പറയണ്ടാത്ത കാര്യങ്ങളാണല്ലോ. അപ്പൊ ഇല്ല, ആഗ്രഹമില്ല. അത് സംസാരിക്കാനുള്ള സമയം അധികം കിട്ടിയില്ല, അതാണ് സത്യം. ഒരു 30 ദിവസം ഷൂട്ട് ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് കഥകൾ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഈ 30 ദിവസം ഷൂട്ട് ഡേറ്റ് വെച്ച് നമ്മൾ 28 ദിവസം കൊണ്ട് സംഭവം തീർത്തു, ഷൂട്ട് തീർത്തു. അല്ല, സാധാരണ കൂടി പോവല്ലേ നമ്മള് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഡയറക്ടർ ആൻഡ് ബാക്കി എല്ലാ ടീമും, എസ്പെഷ്യലി ഡയറക്ടറിന്റെ ഒരു ഭയങ്കര എല്ലാവരും ഇൻ സിങ്ക് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്ലാനിങ്, നമ്മളിങ്ങനത്തെ ചെറിയ പടം ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ തീവ്രം ഞാൻ ചെയ്ത് 42 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു. യൂട്യൂബ് റൂട്ട്സ് 28 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത ആളാണ്. ഇതിൻ്റെ നമ്മൾ ഷൂട്ടിങ്ങിന് പോണ മുമ്പേ തന്നെ ഒരു പ്രീ പ്ലാനിങ് ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, പ്രീ പ്രൊഡക്ഷൻ സമയത്ത് പ്ലാനിങ് ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസിയായിട്ട് പെട്ടെന്ന് തീർക്കാവുന്ന കാര്യമുള്ളൂ. സിനിമയിൽ എസ്പെഷ്യലി ഓരോ ദിവസം കഴിയുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സിനാണ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സംഭവം കൂടിയാണ്. ഓക്കെ, ഞാൻ ഏറ്റവും അവസാന ഭാഗത്തേക്ക് ലാസ്റ്റ് 2 ചോദിക്കാം. വത്സല ക്ലബ്ബാണ്, കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്, ക്രിഞ്ച് കല്യാണം എന്നൊക്കെ ഒരുപാട് ടാഗ് ലൈനൊക്കെ എല്ലാം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും വിവാഹങ്ങളെക്കുറിച്ചും റിലേഷൻഷിപ്പുകളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ഇപ്പം ഈ നിലവിൽ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ലെസ്ബിയൻ വിവാഹത്തെക്കുറിച്ചും അവരെ എതിർക്കണം എന്ന് പറയുന്നത്, അത് നോർമലൈസ് ചെയ്യേണ്ട എന്ന് പറയുന്ന ആൾക്കാർ, അവരെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആൾക്കാർ, നമുക്ക് അതിനുവേണ്ടി അവരെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ഹേറ്റ് ക്യാമ്പയിൻ സംഭവിക്കുന്നുണ്ട്, നമുക്ക് ചുറ്റും സോഷ്യൽ മീഡിയ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവരെ ചേർത്ത് പിടിക്കേണ്ടതാണ് പറയുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പോയിന്റ് എങ്ങനെയാണ്, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? ഇപ്പം ചുറ്റും LGBTQ കമ്മ്യൂണിറ്റി നമുക്കിടയിലുണ്ട്, ലെസ്ബിയൻ കല്യാണങ്ങളുണ്ട്, ഗേ റിലേഷൻഷിപ്പുകളുണ്ട്, ബൈസെക്ഷൽ റിലേഷൻഷിപ്പുകളുണ്ട്. ഇത്തരം ഒരു കാര്യം കല്യാണത്തെക്കുറിച്ചുകൂടി സംസാരിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ചോദിക്കുന്നതാണ്. അത്തരം വിഷയങ്ങളിലൊക്കെ നിങ്ങളുടെ ഒരു പോയിന്റ് എങ്ങനെയാണ്, നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാണ്? അതും സബ്ജക്റ്റീവ് ആണ് അല്ലേ. ഇപ്പം എനിക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്കിതൊക്കെ നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഓരോ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസും പിന്നെ അവരുടേതായിട്ടുള്ള, ഇപ്പം എനിക്ക് തന്നെ എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് തന്നെ ജെൻഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ജെൻഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിതിപ്പോൾ അവരാദ്യമായിട്ട് ഞാനിത് അറിയുന്നത് തന്നെ 1 ഇയറൊക്കെ ശേഷമാണ്. അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംഭവം അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര പേഴ്സണലി എടുത്തു കഴിഞ്ഞാൽ എനിക്കത് നോർമലാണ്, എനിക്ക് നോർമലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് സബ്ജക്റ്റീവാണ്. എൻ്റെ കാര്യം അങ്ങനെയാണ്. ഈ നമ്മൾ പല കാര്യങ്ങളും പുറമേന്ന് നോക്കുമ്പോൾ ഉള്ളൊരു ജഡ്ജ്മെന്റ് ആവില്ല. നമ്മൾ ഒരല്പം ഇൻവോൾവ്മെന്റോട് കൂടി, അല്ലെങ്കിൽ നമുക്ക് അതിലൊരു ശരിയായിട്ടുള്ളൊരു ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ തോന്നണം എന്നുള്ള ഇതിലോട് കൂടി ഒന്ന് സമീപിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. കാരണം പുറമേന്ന് നോക്കുന്നവർക്ക് ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ എന്ന് പറയുമ്പോൾ പച്ച മലയാളത്തിൽ വേറെ വേർഡാണ് അവർ യൂസ് ചെയ്യുക, അത് അവന്റെ ഹൊക്കേഡ് ഇങ്ങനെയാണ് തോന്നുക. പക്ഷേ ഒരാള് ജെൻഡർ മാറുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അയാളെ നയിക്കുന്നതിന്റെ അയാളുടെ ഉള്ളിലെ ഒരു ഇതുണ്ട്, റീസൺ. ജസ്റ്റ് ഒരു റീസൺ എന്നുള്ളതല്ല, അയാള് മൊത്തം ഒരുപാട് കാര്യങ്ങൾ മാറുമ്പോ നമുക്ക് മനസ്സിലാവാൻ പറ്റും അവരെത്രമാത്രം സഫോക്കേറ്റ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത ഒരാൾ ഒരു ജെൻഡറിൽ നിന്ന് വേറെ ജെൻഡറിലേക്ക് പോവില്ലല്ലോ. അത്രയും റിസ്ക് അവരെടുക്കുന്നുണ്ട് ലൈഫിൽ. ഈവൻ അവരുടെ ലൈഫ് ടൈം തന്നെ കുറയുന്നുണ്ട്. ഈ പല സർജറി സമയത്ത് പല പ്രശ്നങ്ങൾ അവിടെ ബോഡിക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സാക്രിഫൈസ് ചെയ്ത് ഇത്രയും സഫോക്കേറ്റ് ചെയ്ത് അവർ ചെയ്യണമെങ്കിൽ അവർ അത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കണം. ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ, ഒരു പെണ്ണ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ആ പെണ്ണിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ നമുക്ക് മനസ്സിലാവില്ല. ഇല്ല, ഒരിക്കലും മനസ്സിലാവില്ല. അത് നേരെ തിരിച്ചു, ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചു,
എന്ന് പറയും പോലെ ഇവരെ നമ്മൾ സ്നേഹത്തോടെ ചേർത്താൽ മാത്രമേ നമുക്ക് ഇവരുടെ ബുദ്ധിമുട്ടുകളായാലും ഇവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അല്ലാതെ പുറത്ത് നോക്കുന്നവർക്കെല്ലാം ഇത് പിള്ളേരുകളിയാണ്, ജഡ്ജ്മെന്റലായിട്ട് അവർ അങ്ങനെ നിൽക്കത്തുള്ളൂ. അപ്പൊ ഇവരെ സ്നേഹത്തോടെ ഇവരുടെ തോട്ട് എന്താണ്, ഇവരെന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് പറഞ്ഞാൽ മതിയായിരിക്കും. ആ സ്നേഹത്തോടെ നമ്മുടെ ഒരു അപ്രോച്ച് മതിയായിരിക്കും, അത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ. അപ്പോൾ പുറമേ നിന്ന് നോക്കാതെ കുറച്ചൊരു ഇൻവോൾവ്മെന്റോട് കൂടി കാര്യങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് വളരെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറെ പേര് ഇപ്പൊ പറയുന്നുണ്ട് ട്രെൻഡിന് അനുസരിച്ച് ആൾക്കാർ പോവാണെന്നൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഈ പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ? സൊസൈറ്റിയുടെ കാഴ്ചപ്പാടുകൾ എല്ലാം 10-15 കൊല്ലം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഇത് അടുത്ത 15 years ഡൗൺ ദ ലൈൻ ഇതൊരു പ്രശ്നമേ ആയിരിക്കും. ഓക്കെ, ഉറപ്പായിട്ടും അതാണ്. അപ്പോൾ ഈ മത്സര ക്ലബ്ബും ഈ ലോകവും ഈ ഗ്രാമവും ഒക്കെ ഒരു വ്യത്യസ്തമായ അനുഭവം പ്രേക്ഷകന് ഉറപ്പായിട്ട് നൽകുമെന്ന് വിശ്വസിക്കുന്നു. പ്രേക്ഷകനോട് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? ഇത് കാണാൻ ആഗ്രഹിക്കുന്ന, കണ്ടാലോ എന്ന് ആലോചിക്കുന്ന ഒരു പ്രേക്ഷകനോട് എന്താ പറയാനുള്ളത്? സെപ്റ്റംബർ 26 റിലീസ്. സെപ്റ്റംബർ 26 റിലീസ്. ഒരു കൂട്ടം പുതിയ ആളുകൾ, അതായത് ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിലേക്ക് ഇരച്ചു കയറാൻ പാകത്തിനുള്ള സ്റ്റാർ വാല്യൂസ് ഒരു പുതിയ പ്രൊഡ്യൂസർ അതിന് വില്ലിംഗ് ആയിട്ട് ഒരു സംഭവം ചെയ്തതാണ്. സോ അത് വിജയിപ്പിച്ചാൽ ഇങ്ങനെ കുറച്ച് പേർക്ക് ഒരു നല്ല ലൈഫ് അല്ലെങ്കിൽ പുതിയ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. സോ ഇതൊരു അപേക്ഷയായിട്ട് എടുത്ത് അതെ, മറ്റേ ബസ്സിലൊക്കെ കാർഡിട്ട് 26 സെപ്റ്റംബർ 26 വന്നാൽ ഞങ്ങൾക്ക് ഇതേപോലത്തെ പടം ഒന്നും കൂടി ചെയ്യാം. ഒരു കല്യാണത്തിന് ക്ഷണിക്കുന്നവരാണെങ്കിൽ വന്നാൽ നല്ല സദ്യയും കഴിച്ച് അനുഗ്രഹിച്ച് നല്ല കല്യാണം കണ്ട് നല്ല ഇഷ്ടത്തോടെ പ്രണയമൊക്കെ കണ്ട് നിങ്ങൾക്ക് പോവാം. അതെ, ആ കല്യാണ വീട്ടിലും കോമഡി ഉണ്ടായിരുന്നുണ്ടോ? ഒരു ഫൺ പരിപാടിയാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ചില സിനിമകൾ ഭയങ്കര സിനിമാറ്റിക് എക്സ്പീരിയൻസും അത് തിയേറ്ററിൽ പോയി കണ്ടേ പറ്റുമെന്ന് പറയും. പക്ഷെ ഞാൻ എല്ലാ സിനിമകളും അങ്ങനെ ആവണമെന്ന് ചോദിക്കും പറഞ്ഞു. തിയേറ്ററിൽ വരുന്ന സിനിമകൾ ചില കമ്മ്യൂണിറ്റി വ്യൂയിങ് എക്സ്പീരിയൻസും കൂടി ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ ഇത് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസിനേക്കാൾ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇതാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി വ്യൂയിങ് എക്സ്പീരിയൻസും കൂടിയാണ്. അപ്പൊ നമ്മുടെ ഫാമിലിക്ക് ഒരു ഭാര്യ, ഭർത്താവ്, 2 മക്കള് അവർ വന്നിട്ട് ഇപ്പോൾ പടം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് 2 മണിക്കൂർ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. നമ്മൾ ഇതെല്ലാം പറഞ്ഞ പോലും ജനമാണെന്നാണ് തീരുമാനിച്ചത്. ഈ OTT വരുമ്പോഴും ഒരു കുടുംബത്തിലെ 4 പേരുണ്ടെങ്കിൽ OTT വരുമ്പോൾ ഈ 4 പേര് 4 സമയത്തായിരിക്കും കാണുന്നത്. അവരുടേതായ സമയത്തിന് ഫോണിൽ ആയിരിക്കും അവർ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റും. അപ്പൊ അത് ഒരു കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിന് ഈ പടത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. സെലിബ്രേഷൻ ആവട്ടെ, ചർച്ചയാവട്ടെ, എല്ലാവരും ചുറ്റും പറഞ്ഞു മുന്നേറുന്ന സിനിമയാവട്ടെ, അടിപൊളിയാവട്ടെ. മത്സരമൊക്കെ പിന്നെ ആശംസകൾ.